ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പറന്നു പോകുന്ന യഥാർത്ഥ മനുഷ്യൻ. യഥാർത്ഥ മനുഷ്യൻ പറന്നു പോകുന്നവൻ തന്നെയാണ്. പക്ഷേ അവൻ എന്ന് പറന്നു പോകും? ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5:23 വാക്യം ഇങ്ങനെ വായിക്കുന്നു: സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തികച്ചും അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം പരിപാലിക്കപ്പെടട്ടെ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ 3 കാര്യം മനസ്സിലാക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട്. ആത്മാവ്, ദേഹമെന്നും ദേഹി എന്നും ഒക്കെ ചില ബൈബിളുകൾ പറയുന്നു. ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട്, അല്ലെങ്കിൽ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. ചില ബൈബിൾ എഴുതിയേക്കുന്ന ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. യോഹന്നാൻ 4:24 യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു. 1 തെസ്സലോനിക്കർ 5:23 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവും. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നിൽക്കുന്നത്. ദൈവം ആത്മാവാണ്. യഥാർത്ഥ മനുഷ്യൻ്റെ ഉള്ളിലും ആത്മാവുണ്ട്. യഥാർത്ഥ മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട്. ഇനി ആത്മാവെന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യൻ, അദൃശ്യന, കണ്ണുകൊണ്ട് കാണാൻ വയ്യ. പ്രാണൻ എന്ന് പറഞ്ഞാൽ അതിനെ വേറൊരു വാക്ക് വിളിക്കുന്ന ദേഹി എന്ന. ബുദ്ധി, വികാരം, ഇച്ഛ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഉള്ളത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന പ്രാണനില. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറയുക, ആ അലമാരിയുടെ പുറത്ത് ഇന്നിടത്തൊരു താക്കോൽ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് എൻ്റെ ഭാര്യയോടോ മക്കളോടോ പറയുകയാണെങ്കിൽ അവർ പറയും അവിടെ തപ്പിയിട്ട് കാണുന്നില്ലെന്ന്. ഞാൻ പറയാം അത് ഇച്ചിരൂടെ അങ്ങോട്ടൊന്ന് മാറി തപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നിൽ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുന്ന ഒരു സംവിധാനം, ആ സംവിധാനമാണ് പ്രാണൻ. ആത്മാവിനെ അങ്ങനെ നീക്കാൻ കഴിയില്ല. പക്ഷേ ഈ പ്രാണൻ എന്ന് പറയുന്നതിനെ ബുദ്ധി, വികാരം, ഇച്ഛ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ പ്രാണൻ്റെ ഭാഗമാണ്. ഇനി ദേഹത്തിൻ്റെ ഭാഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അസ്ഥി, മാംസം, തൊലി, ആന്തരികാവയവങ്ങൾ, പിന്നെ പല്ല്, എല്ല്, മുടിയ്, നഖമ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ദേഹം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പെട്ടിക്കകത്ത് വെക്കുന്ന സംവിധാനം എന്തോ അതാണ് ദേഹം അല്ലെങ്കിൽ ശരീരം. ഇനി നമ്മൾ നോക്കുമ്പോൾ ദേഹത്തിൻ്റെ മിനിമം ആവശ്യങ്ങൾ ആഹാരവും വെള്ളവും വായുവും മാത്രമാണ്. വായു ഒരു മിനിറ്റൊക്കെ ഇല്ലെങ്കിൽ ആൾ വീണ് മരിച്ചു പോവും. വെള്ളം ഒരാഴ്ചയൊക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾ വീണ് മരിച്ചു പോവും. ആഹാരം 1 മാസം വരെ ഇല്ലെങ്കിലും ഒക്കെയും പിടിച്ചു നിൽക്കും. അപ്പോൾ ഇത് 3 ദേഹത്തിൻ്റെ ആവശ്യം. എന്നാൽ ദേഹിയുടെ ആവശ്യമാണ് വിദ്യാഭ്യാസം, വസ്ത്രം, പ്രൗഢി, പ്രതാപം, എല്ലാം ദേഹിയുടെ ആവശ്യമാണ്. ഈ ദേഹിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണമെന്നൊക്കെ പറയുന്നത്. വിദ്യാഭ്യാസത്തിലും എന്തേരം പഠിച്ചാലും ചിലർക്ക് പോരാ, ചിലർക്ക് എന്തേരം അയലോക്കംകാരുടെ പിള്ളേർക്കുള്ളത് കൂടുതൽ പഠിച്ചാലും പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് ദേഹിയാണ്. അപ്പോൾ ഈ ദേഹിയും ദേഹവും ആത്മാവും സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നാണ് നമ്മൾ ദൈവവചനത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു ദൈവം ആത്മാവാകുന്നു. ഈ ദൈവത്തിലുള്ള ആത്മാവ്, അദൃശ്യനായ ആത്മാവ് എന്ന് പറഞ്ഞതുപോലെ ആ ആത്മാവ് നമ്മിലും ഉണ്ട്. ഇനി സങ്കീർത്തനം 90:10 മോശ എഴുതി വച്ചേക്കുന്നതാണ്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപമോ കഷ്ടപ്പാടും സങ്കടവുമാണ്. അത് വേഗം കഴിയുന്നു, നാം പറന്നു പോവുകയും ചെയ്യും. സങ്കീർത്തനം 90:10 വളരെ മനോഹരമായിട്ട് ആ വാക്യം എഴുതിയിട്ടുണ്ട്. മോശ എഴുതിയേക്കുന്ന സങ്കീർത്തനം 90:10, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, അധികമായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപമോ കഷ്ടപ്പാടും സങ്കടവുമാണ്. അത് വേഗം കഴിയുന്നു, നാം പറന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ
നമ്മളുടെ വിഷയത്തിൻ്റെ ഹെഡിങ് തന്നെ പറന്നു പോകുന്ന യഥാർത്ഥ മനുഷ്യനാണ്. ഈ പറന്നു പോകുന്ന യഥാർത്ഥ മനുഷ്യൻ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്ന ആൻഡ് വി ഫ്ലൈ അവേ, നാം പറന്നു പോവുകയും ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ ഈ കുപ്പിയാകുന്ന ഭരണിയാകുന്ന ഈ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പറന്നു പോകും. അതാ ബൈബിൾ പറയുന്ന അർത്ഥം. ഇതിന് വ്യക്തമായൊരു ഉദാഹരണം പറയുന്നത് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തൻ്റെ വാഗൊണ്ട് തന്നെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ധനവാൻ്റെ ലാസറിൻ്റെയും ഉപമയാണ്. ധനവാനും ലാസറും. ഇവിടെ സാഹചര്യം ഇതാണ്. നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അയാൾ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് പ്രതിദിനം ആഡംബര ജീവിതം നയിച്ചു പോന്നു. അയാളുടെ പടിക്കൽ ദേഹമാസകലം വ്രണങ്ങൾ നിറഞ്ഞവനായി ലാസർ എന്ന് പേരായ ഒരു യാചകൻ ധനവാൻ്റെ മേശപ്പുറത്തുനിന്ന് വീഴുന്നത് കൊണ്ട് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ച് കിടന്നിരുന്നു. നായ്ക്കൾ വന്ന് അയാളുടെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ യാചകൻ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ അയാളെ അബ്രഹാമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. അപ്പോൾ രണ്ടുപേരും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അയാൾ മേലോട്ട് നോക്കി അബ്രഹാമിനെയും അദ്ദേഹത്തിൻ്റെ അടുത്തായി ലാസറിനെയും കണ്ടു. എന്ന് പറഞ്ഞാൽ ഈ ധനവാൻ്റെ ശരീരം ഭൂമിയിൽ കല്ലറയിലടക്കി, അബ്രഹാമിൻ്റെ ശരീരം ഭൂമിയിൽ കല്ലറയിലോ കുഴിയിലോ എവിടെയെങ്കിലും അടക്കി കാണും. അപ്പോൾ ഇവർ രണ്ടുപേരും അടക്കിയെങ്കിൽ മരിച്ച അബ്രഹാമിൻ്റെ മരിച്ച ലാസറിൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ മനുഷ്യനെ ദൂതന്മാർ വന്ന് അബ്രഹാമിൻ്റെ മടിയിലേക്ക് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഈ ധനവാൻ്റെ യഥാർത്ഥ മനുഷ്യനെ പാതാളത്തിൽ ശിക്ഷയ്ക്കായി കൊണ്ടുപോയി. പാതാളത്തിൽ ശിക്ഷയ്ക്കായി കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഈ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഈ ലാസർ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ താഴെ തീക്കകത്ത് കിടക്കുന്ന, പാതാളത്തിൽ തീക്കകത്ത് കിടക്കുന്ന ധനവാൻ മുകളിലോട്ട് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഈ രീതിയിൽ അതിവേദനയിലായിരിക്കാൻ ലാസർ അവൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാൻ അവനെ അയക്കണമേ. അതിന് അബ്രഹാം പറഞ്ഞു, മകനെ, നിനക്ക് നിൻ്റെ ആയുസ്സിൽ നല്ല കാര്യങ്ങളും അതേസമയം ലാസറിന് ദോഷമായും ലഭിച്ചു എന്ന് ഓർക്കുക. എന്നാൽ അയാൾ ഇപ്പോൾ ഇവിടെ ആശ്വാസം പ്രാപിച്ചിരിക്കുന്നു, നീയോ കഠിനവേദന അനുഭവിക്കുന്നു. ഇതിന് പുറമെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ വലിയൊരു പിളർപ്പ് വച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമല്ല, അവിടെ നിന്ന് ആർക്കും ഞങ്ങളുടെ അടുത്തേക്ക് വരാനും കഴിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ധനവാൻ പറഞ്ഞു, എങ്കിൽ പിതാവേ, ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവർക്ക് മുന്നറിയിപ്പ് നൽകട്ടെ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരാൾ അവരുടെ അടുക്കൽ ചെന്നാൽ അവർ അനുതപിക്കുമെന്ന് അയാൾ പറഞ്ഞു. അതിന് അബ്രഹാം അയാളോട് പറഞ്ഞു, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റാലും അവർക്ക് ബോധ്യം വരികയില്ല. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, 2 പേരുടെയും ശരീരം ഭൂമിയിൽ അടക്കപ്പെട്ടു. ഈ പറന്നു പോകുന്ന മനുഷ്യനെ, ലാസറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പറന്നു പോകുന്ന മനുഷ്യനെ അബ്രഹാമിൻ്റെ മടി എന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്കും, ധനവാൻ്റെ പറന്നു പോകുന്ന മനുഷ്യനെ പാതാളം എന്ന തീ നരകത്തിലേക്കും വിട്ടു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന 2 കാര്യമാണ്. ഈ ധനവാൻ അവിടെ ചെന്നപ്പം, അവിടെ കിടക്കുമ്പോൾ അവൻ്റെ നാട്ടിലെ കാര്യങ്ങൾ അവനറിയാം. ഇതാ ദേഹിയുടെ സെറ്റപ്പാണ്. അപ്പോൾ ഈ ദേഹിയും ആത്മാവും ചേർന്ന യഥാർത്ഥ മനുഷ്യൻ പറന്നു പോവും. അവിടെ ദേഹിയും ആത്മാവും ചേർന്ന യഥാർത്ഥ മനുഷ്യൻ അബ്രഹാമിൻ്റെ മടി എന്ന സ്ഥലത്ത് വിശ്രമിക്കുക. അപ്പോൾ യഥാർത്ഥ മനുഷ്യൻ എന്താ നമ്മൾ മനസ്സിലാക്കണം? യഥാർത്ഥ മനുഷ്യൻ പറന്നു പോകുന്നവനാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം 5:23 പറയുന്ന, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തികച്ചും അനിന്ദ്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം പരിപാലിക്കപ്പെടട്ടെ. ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് 2 പേര് പറന്നു പോകും എന്നാണ്, അല്ലെങ്കിൽ ഇതിനകത്തുനിന്നൊരു പറന്നു പോകുന്ന യഥാർത്ഥ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നു. നമ്മളപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ അകത്ത് പറന്നു പോകാനുള്ള ഒരു മനുഷ്യനുണ്ട്. പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത, പക്ഷേ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത്
ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലുള്ള പറന്നു പോകുന്ന യഥാർത്ഥ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ അതിൻ്റെ ഉടയവനെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആ ഉടയവൻ എന്തു പറയുന്നോ അതിനനുസരിച്ച് ജീവിച്ച് മുന്നേറുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തക്കവണ്ണം പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.